ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ലെസൺ ആണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. അപ്പോൾ പാർട്ട് 1 കാണാത്ത കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പേജ് നമ്പർ 50. ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ നമുക്ക് നോക്കി വെക്കാം. ഇൻ ദ സർക്യൂട്ട് യു ഹാവ് മെയ്ഡ് ഇലക്ട്രിസിറ്റി ഫ്രം ദ ബാറ്ററി റീച്ചസ് ദ ബൾബ് ഓൺലി വെൻ യു സ്വിച്ച് ഇറ്റ് ഓൺ. അപ്പോൾ എന്താണ്, നമ്മൾ ഉണ്ടാക്കിയ സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ആ ബൾബിലേക്ക് എന്തെത്തുന്നത്, ഇലക്ട്രിസിറ്റി എത്തുന്നത്. ഹൗ ഡസ് ഇലക്ട്രിസിറ്റി റീച്ച് ദ ബൾബ് ഫ്രം ദ ബാറ്ററി. അപ്പോൾ എന്താണ്, ഈ ബാറ്ററിയിൽ നിന്ന് എങ്ങനെയാണ് ആ ഇലക്ട്രിസിറ്റി ബൾബിലേക്ക് പോയത്? ഡു ഓൾ സബ്സ്റ്റൻസസ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. അപ്പോൾ എന്താണ്, എല്ലാ സബ്സ്റ്റൻസസും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇല്ല, നോ, ഓൾ സബ്സ്റ്റൻസസ് ഡു നോട്ട് പാസസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, ഏതൊക്കെയാണ് പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസസ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. You might have noticed substances which conduct electricity and do not conduct electricity. Design an experiment to distinguish them present in the class. അപ്പോൾ എന്താണ് ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്യാത്തത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. Take the 9-volt battery connecting wire and the LED bulb module from your science kit. Arrange them as shown in the figure. അപ്പോൾ എന്താണ്, ഒരു 9-volt ബാറ്ററി എടുക്കുക, പിന്നെ ഒരു കണക്റ്റിംഗ് വയറും LED ബൾബും എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ ഫിഗറിൽ തന്നിട്ടുള്ള പോലെ കൂട്ടുകാർ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യണം. പിന്നെ എന്താ, വിൽ ദ LED മൊഡ്യൂൾ ഗ്ലോ ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ എന്താണ്, ഇവിടെ LED മൊഡ്യൂൾ കത്തുമെന്നാണ് ചോദിക്കുന്നത്. എന്താണ്, തീർച്ചയായും നമ്മുടെ LED ബൾബ് ഗ്ലോ ചെയ്യും അല്ലേ. ഇത് നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ചെയ്തിട്ടുള്ള, ബാറ്ററി യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായും എന്താണ്, ആ LED മൊഡ്യൂള് ഗ്ലോ ചെയ്യും. കണക്ട് ആൻഡ് മാർക്കഡ് A and B യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. പിന്നെ എന്ത് ചെയ്യുക, എയും ബിയും ഡിഫറെൻറ്റ് മെറ്റീരിയൽസിലേക്ക് കണക്ട് ചെയ്യുക. അതായത് സേഫ്റ്റി, പിന്നെ പീസ് ഓഫ് വുഡ്, പേപ്പർ, സ്റ്റീല്, സ്കെയില്, ചാർക്കോൾ, പെൻസിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ബാങ്കിൾ, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, കോപ്പർ വയർ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ, ടാബുലേറ്റ് യുവർ ഒബ്സർവേഷൻ. അപ്പോൾ എന്താണ്, താഴെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് ഫിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. അപ്പോൾ എന്താ, മെറ്റീരിയൽസ് യൂസ്ഡ്, ഒബ്സർവേഷൻ, ഇൻ്റർഫറൻസ് ആണ്. മെറ്റീരിയൽസ് യൂസ്ഡ് പേപ്പറിന് ഒരു തന്നിട്ടുണ്ട്. ഇതെന്താണ്, ദ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. അപ്പോൾ എന്താണ്, പേപ്പർ വെച്ചാൽ LED മൊഡ്യൂൾ ഗ്ലോ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഇൻ്റർഫറൻസ് എന്താണ്, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതായത് ബൾബ് ഗ്ലോ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് പീസ് ഓഫ് വുഡും പ്ലാസ്റ്റിക് ബാങ്കിളും. അപ്പോൾ ഇതൊന്നും എന്താണ്, LED ബൾബ് ഗ്ലോ ചെയ്യില്ല, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഇനി എന്താ, ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നതാണ് ബ്ലൂ കളറിൽ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണ്, സേഫ്റ്റി, പിന്നെ സ്റ്റീൽ സ്കെയില്, ചാർക്കോള്, പെൻസിൽ, ഗ്രാഫൈറ്റ്, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ ആൻഡ് ലാസ്റ്റ് വൺ കോപ്പർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെച്ചാൽ LED മൊഡ്യൂൾ ഗ്ലോ ചെയ്യും, അതുപോലെ തന്നെ എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എന്താ, വിച്ച് ഓഫ് ദ മെറ്റീരിയൽസ് യു യൂസ്ഡ് മെയ്ഡ് ദ LED ഗ്ലോ. വാട്ട് കുഡ് ബി ദ റീസൺ? ഈസൻറ്റ് ഇറ്റ് ഡ്യൂ ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദോസ് മെറ്റീരിയൽസ്? വിച്ച് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? വിച്ച് മെറ്റീരിയൽസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? റൈറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ അത് കൂട്ടുകാരുടെ ബുക്കിലേക്ക് എഴുതാനാണ്. അപ്പോൾ കൂട്ടുകാരത് എഴുതി നോക്കിയ. ഇനി എന്താ, പ്ലേസ് യുവർ ഫിംഗർ ഓവർ ദ
end of A and B in the device made for the experiment. Does LED glow? അപ്പോൾ എന്താണ്? പിന്നെ കൂട്ടുകാരെ ഫിംഗർ വെച്ച് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പേപ്പറും സേഫ്റ്റി പിന്നും ഒക്കെ വെച്ച സ്ഥലത്ത് എന്ത് ചെയ്യണം കൂട്ടുകാരെ ഫിംഗർ വെച്ച് നോക്കുക. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് വിത്ത് വെറ്റ് ഫിംഗേഴ്സ്. വാട്ട് ചേഞ്ച് ഡിഡ് യു നോട്ടീസ്? ഗീവ് റീസൺ. അപ്പോൾ ആദ്യം സാധാരണ നമ്മൾ കൈയിട്ട് നോക്കി വെക്കാം. പിന്നെ നമ്മൾ വെറ്റായിട്ടുള്ള ഫിംഗർ, അതായത് ഒന്ന് വിരൽ നനച്ചിട്ട് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് എന്തായിരിക്കും എന്തായിരിക്കും രണ്ടിൻ്റെയും വ്യത്യാസം? അപ്പോൾ എന്താ, വെറ്റ് ഹാൻഡ് കൊണ്ട് വെച്ചാൽ എന്താണ്, നനഞ്ഞ കൈയേറ്റ് നമ്മൾ ഇവിടെ തൊട്ടാൽ എന്താണ്, ബൾബ് ഗ്ലോ ചെയ്യും. സാധാ ഹാൻഡ് ആയിട്ട് തൊട്ടാൽ ഗ്ലോ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? വാട്ടർ എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. അപ്പോൾ എന്താണ്, ഒരു സ്വിച്ച് എന്തായാലും ഒരു വെറ്റ് ഹാൻഡ്, നനഞ്ഞ കൈയേറ്റ് തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ് മൈറ്റ് ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ എന്താണ് വാട്ടർ എന്ന് പറയുന്നത്? എന്താണ്, ഒരു ഇലക്ട്രിസിറ്റി ഗുഡ് കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റി നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വെറ്റ് ഹാൻഡിട്ട് ഈ സ്വിച്ചൊക്കെ ഓപ്പറേറ്റ് ചെയ്താൽ എന്താണ്, ഇലക്ട്രിക് ഷോക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ സ്വിച്ചൊന്നും വെറ്റ് ഹാൻഡ് ഓപ്പറേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ്? കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. അപ്പോൾ എന്താണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. അപ്പം ഇനി എന്തായിരിക്കും ഇൻസുലേറ്റേഴ്സ്? ഇൻസുലേറ്റേഴ്സ് are the substances that do not allow electricity to pass through. അപ്പോൾ എന്താണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ സമ്മതിക്കാത്ത സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? അയേണ്, ഗോൾഡ്, കോപ്പർ, സ്റ്റീല്, ഗ്രാഫൈറ്റ്, വാട്ടർ ആർ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ കുറച്ച് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് ആരൊക്കെയാണ്? അയേൺ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട്, സ്റ്റീല്, ഗ്രാഫൈറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. ഈ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ എന്താണ്? ഡ്രൈ വുഡൻ ബ്ലോക്ക്, അതായത് ഉണങ്ങിയ മരക്കഷ്ണം, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത് എക്സെട്ര ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ്? ഡ്രൈ വുഡൻ ബ്ലോക്ക്, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത് ഒക്കെ എന്താണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ, ആൻഡ് conductors എന്ന് പറഞ്ഞാൽ that allow electricity to pass through. Okay, when we turn a switch, do we touch the part through which electricity passes? The part we touch in electric appliances are made of insulators. അപ്പോൾ എന്താണ്, നമ്മളൊരു സ്വിച്ച് തൊടുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ തൊടുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഷോക്ക് അടിക്കും. അപ്പോൾ നമ്മൾ തൊടുന്ന അപ്ലയൻസസ് എന്തായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്, നമ്മൾ തൊടുന്ന അപ്ലയൻസസ്. അപ്പോൾ സ്വിച്ചൊക്കെ ാണ് ഇൻസുലേറ്റേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇൻസുലേറ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാരണമാണ് നമുക്കൊന്നും ഷോക്ക് അടിക്കാത്തത്. വാട്ട് അബൌട്ട് ദ പാർട്സ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പാർട്സ് ഒക്കെ എവിടെയായിരിക്കും? ദർ ആർ മെനി സിറ്റുവേഷൻ ഓർ കണ്ടക്ടേഴ്സ് ആർ ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. അപ്പോൾ എന്താണ്, ഈ കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സും യൂസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ടാബ്ലേറ്റ്സ് എ സിറ്റുവേഷൻ യു ആർ ഫെമിലിയർ വിത്ത്. അപ്പോൾ അത്തരം സിറ്റുവേഷൻ എന്ത് ചെയ്യണം, ടാബ്ലേറ്റ് ചെയ്യണം. എന്താണ് ആദ്യത്തെ സിറ്റുവേഷൻ? ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ആദ്യത്തേത് എന്താ, സിറ്റുവേഷൻ ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനും രണ്ടാമത്തെ സിറ്റുവേഷൻ ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട്, ദ കോപ്പർ വയർ ത്രൂ
വിച്ച് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ. അതുപോലെ ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഓവർ കോപ്പർ വയറിൻ്റെ മേലെയുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് അതെന്താണ്, അത് ഇൻസുലേറ്റർ ആണ്. ഇവിടെയാണെങ്കിൽ അത് കോപ്പർ വയർ എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടറാണ്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും, കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ഇലക്ട്രിക് ടെസ്റ്റേഴ്സ് എഴുതാൻ പറ്റും, ട്രാൻസ്മിഷൻ ലൈൻസ് ഓഫ് പവർ സപ്ലൈ എഴുതാൻ പറ്റും, ദെൻ ചാർജേഴ്സ് എഴുതാൻ പറ്റും. ഇനി എന്താണ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ സ്വിച്ച് ബോർഡ്സിലും അതുപോലെ തന്നെ ഇൻസുലേഷൻ ടേപ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി എന്താ, ലെറ്റ്സ് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ദാറ്റ് യു ഹാവ് ഡൺ ടു ഡിസ്റ്റിംഗ്വിഷ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണക്ട് ദ എൻഡ് എ ആൻഡ് ബി യൂസിങ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ്. അപ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത പോലെ തന്നെ കണക്ട് ചെയ്യുക. എന്നിട്ട് എന്താ, എയിലും ബിയിലും ഈ തന്നിരിക്കുന്ന സാധനങ്ങളെ കണക്ട് ചെയ്തിട്ട് നോക്കുക. എന്തൊക്കെയാണ്, അയേർണയിൽ കോപ്പർ വയർ, സിൽവർ ഓർണമെൻറ്റ്, ഗോൾഡ് ഓർണമെൻറ്റ്, അലുമിനിയം വയർ, എ പീസ് ഓഫ് സിങ്ക്, ലെഡ് വയർ, മാഗ്നീഷ്യം റിബൺ, എ പീസ് ഓഫ് tin sheet. എന്താണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡു ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഡു ദീസ് സബ്സ്റ്റൻസസ് ഹാവ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, എല്ലാ സബ്സ്റ്റൻസസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ. അപ്പോൾ എന്താണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഈ സബ്സ്റ്റൻസസ് ഒക്കെ എന്തൊക്കെയാണ്, ഈ സബ്സ്റ്റൻസസ് ഒക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. യെസ്, ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇനി എന്താ, ഡു ദീസ് സബ്സ്റ്റൻസസ് ഹാവ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഒരു കോമൺ ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അതെന്താണ്, ഇത് ഓൾ ആർ മെറ്റൽ. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ സബ്സ്റ്റൻസസും എന്താണ്, മെറ്റൽസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താ, ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സ് ആണ് എന്ന് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി. അടുത്തത് മെറ്റൽസ് ഫർദർ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് എക്സാമിന് ഉണ്ടാവില്ല, അപ്പോൾ കൂട്ടുകാർ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഇൻ ദ സർക്യൂട്ട് യു ഹാവ് മെയ്ഡ് ഇലക്ട്രിസിറ്റി ഫ്രം ദ ബാറ്ററി റീച്ചസ് ദ ബൾബ് ത്രൂ ദ മെറ്റൽ വയർ കോട്ടഡ് വിത്ത് പ്ലാസ്റ്റിക്. അപ്പോൾ എന്താണ് നമ്മൾ ഉണ്ടാക്കിയ സർക്യൂട്ടിൽ ബൾബിൻ്റെ അവിടേക്ക് ഇലക്ട്രിസിറ്റി എത്തുന്നത് ഈ കണക്റ്റിംഗ് വയേഴ്സ്, മെറ്റൽ വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ത്രൂ മെറ്റൽ വയേഴ്സ് കോട്ടഡ് വിത്ത് പ്ലാസ്റ്റിക്. ആ മെറ്റൽ വയേഴ്സ് ആണ്, പക്ഷേ മെറ്റൽ വയേഴ്സിൻ്റെ മേലെ എന്താണ്, പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റാലിക് വയേഴ്സ് ഇൻ അവർ ഹോം. റിമൂവ് ദ ഇൻസുലേഷൻ ആൻഡ് എക്സാമിൻ ദ മെറ്റാലിക് വയർ ഇൻസൈഡ്. അപ്പോൾ എന്താണ്, നമ്മുടെ വീട്ടിൽ എന്താണ് ഒരുപാട് മെറ്റാലിക് വയേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വയർ, വീട്ടിലുള്ള ഒരു വയർ എടുത്തിട്ട് എന്ത് വേണം, അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇൻസുലേഷൻ ഭാഗം മാറ്റിയിട്ട് എന്താണ് മെറ്റാലിക് വയേഴ്സൊക്കെ ഒന്ന് നോക്കി നോക്കുക. We use different types of metallic wires in our home. Remove the insulation and examine the metallic wires inside. അപ്പോൾ എന്താ, റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഫിഗറിൽ കാണുന്ന പോലെയുള്ളതാണ് നമ്മൾ കാണുക. വിച്ച് മെറ്റൽ ഡു വി നോർമലി യൂസ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിക് ത്രൂ ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ ഇലക്ട്രിക് ലൈൻസിൻ്റെ അവിടെ നമ്മൾ എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടൈപ്പ് മെറ്റൽ വയറാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, അലുമിനിയാണ് യൂസ് ചെയ്യുക. വാട്ട് ഈസ് ദ റീസൺ ഫോർ നോട്ട് യൂസിങ് കോപ്പർ വയർ ഇൻ ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോപ്പർ ലൈൻസ് യൂസ് ചെയ്യാത്തത്, എന്താണ്, കോപ്പർ ഒന്നും കൂടി എക്സ്പെൻസീവാണ്, ഹെവിയാണ്, അതുപോലെ തന്നെ കൊറോഷൻ, അതായത് തുരുമ്പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ മാറ്റിയിട്ട് അലുമിനിയം യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗെറ്റ് ടു നോ മോർ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പം കുറേ ഇലക്ട്രിക് സർക്യൂട്ടിനെ കുറിച്ച് ഇനി നമുക്ക് പഠിച്ചു നോക്കാം. സോ ഫാർ വി ഹാവ് മെയ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് യൂസിങ് LEDs. ക്യാൻ യു മേക്ക് മോർ സർക്യൂട്ട്സ് ബൈ ഇൻക്ലൂഡിങ് അതർ ഡിവൈസസ്? ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ നമ്മൾ മുന്നേ ഒക്കെ എന്താണ് LED യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് സർക്യൂട്ട്സ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ, ഒരുപാട് സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. നോക്കി നോക്കാം. യു മേ ബി ഫെമിലിയർ വിത്ത് ദ മെറ്റീരിയൽ ഷോൺ ഇൻ ദ ഫിഗർ.
അപ്പോൾ എന്താ ഫിഗറിൽ കാണിക്കുന്ന മെറ്റീരിയൽസൊക്കെ നമ്മളെന്താ കണ്ടിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഫിഗേഴ്സാണ്. ലെറ്റ്സ് ട്രൈ ടു മേക്ക് ഡിഫറെൻറ്റ് സർക്യൂട്ട് യൂസിങ് ദം. വർക്ക് ഇൻ ഗ്രൂപ്പ് ആൻഡ് അറേഞ്ച് സർക്യൂട്ട് ഇൻ എനി ബോർഡ് ലൈക്ക് ഹാർഡ് ബോർഡ്, കാർഡ്ബോർഡ് ഓർ കോക്ക് ഷീറ്റ്. പ്രസൻറ്റ് ദി സർക്യൂട്ട് ബിഫോർ ദ ക്ലാസ്. ലെറ്റ് ഈച്ച് ഗ്രൂപ്പ് എക്സാമിൻ ദ സർക്യൂട്ട് മെയ്ഡ് ബൈ അതർ ഗ്രൂപ്പ്സ്. അപ്പോൾ എന്താണ് കൂട്ടുകാരോട് ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് തിരഞ്ഞിട്ട് ഇതിലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഓരോ സർക്യൂട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. സർക്യൂട്ട് ബോട്ടം ഓഫ് ദ ബോർഡ്, ടോപ്പ് ഓഫ് ദ ബോർഡ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഇതെന്താ സർക്യൂട്ടിൻ്റെ മോഡൽ ബോട്ടം ഓഫ് ദ ബോർഡിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തുള്ള ഭാഗമാണ്. ദെൻ ഇതെന്താ ടോപ്പ് പാർട്ട് ഓഫ് ദ ബോർഡിൻ്റെ മേൽഭാഗം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂട്ടുകാരോട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ചെയ്ത് നോക്കുക. Have you prepared separate circuit for operating LED module and mini motor? What will happen if you include all of them in the same circuit? Do all the devices in your home start functioning when a single switch is turned on? If so, how many circuits will be needed in the house? Check how many circuits are there in your classroom. What tools did you use to make the circuit? Have you seen electricians use different tools for different purposes such as cutting wire, stripping off ഇൻസുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഇലക്ട്രിക് സർക്യൂട്ട്? ഒബ്സർവ് ദ പിക്ചേഴ്സ്. അപ്പോൾ എന്താണ് നമ്മൾ മിനി മോട്ടോഴ്സിനും LED-ക്കും ഒക്കെ വേണ്ടി സെപ്പറേറ്റ് സർക്യൂട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ കൂടി ഒരെണ്ണം വെച്ചാൽ എന്താണ് എല്ലാത്തിൻ്റെയും ഫങ്ഷൻ. ഒരെണ്ണത്തിന് സ്വിച്ച് ഇടുമ്പോൾ എല്ലാതും വർക്ക് ആവും. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ സെപ്പറേറ്റ് സ്വിച്ചസ് ആണ്. ഒരു സ്വിച്ച് ഇടുമ്പോൾ വീട്ടിലെ എല്ലാ ബൾബും കൂടി കത്തിയാൽ ശരിയാവില്ല അല്ലേ. അപ്പോൾ എന്താണ് ഓരോ ബൾബിനും സെപ്പറേറ്റ് കണക്ഷനാണ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ ഇലക്ട്രീഷ്യൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ് ടൂൾസ് യൂസ് ചെയ്യും. അപ്പോൾ ആ ടൂൾസിൻ്റെ പിക്ചേഴ്സാണ്. എന്തൊക്കെയാണ്? കട്ടിംഗ് പ്ലയേഴ്സ്, ദെൻ സ്ട്രൈപ്പേഴ്സ്, സ്ക്രൂ ഡ്രൈവർ ആൻഡ് ടെസ്റ്റർ. ഇനി എന്താണ്? ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് ഈച്ച് ഓഫ് ദ അബവ് ടൂൾസ് ഫ്രം ആൻ ഇലക്ട്രീഷ്യൻ. അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രീഷ്യനോട് ചോദിച്ചിട്ട് ഇതിൻ്റെയൊക്കെ യൂസസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ് പാർട്ട് 3 ആയിട്ട്. എന്നാൽ നമുക്ക് നോട്ട്സും ബാക്കി കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.